ശബരിമല യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം തിരുത്തുന്നതിൽ സർക്കാർ നിലപാട് പറയാതെ നിയമമന്ത്രി പി രാജീവ്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുമോ തിരുത്തുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാടിന് സമയമുണ്ടെന്നും ആലോചിച്ച് തീരുമാനിക്കുമെന്നുമായിരുന്നു പി രാജീവിന്റെ പ്രതികരണം. ഇതിനകത്ത് യെസ് ഓർ നോ, ഇതിൽ ഗവൺമെന്റ് അഭിപ്രായം എന്നല്ല വരാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, ആരൊക്കെ ചർച്ച ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കും. സമയമുണ്ടല്ലോ. യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എല്ലാ കക്ഷികളും ഒരു മാസത്തിനകം വാദങ്ങൾ എഴുതി നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഏപ്രിൽ 7 മുതൽ അന്തിമ വാദം നടക്കും. 9 അംഗ ഭരണഘടനാ ബെഞ്ച് പുനഃസംഘടിപ്പിക്കും. ഏപ്രിൽ 22-നകം വാദം കേൾക്കൽ പൂർത്തിയാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. വിധി പുനഃപരിശോധിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. MG പ്രതീഷും ശ്യാം ദേവരാജും ചേരുന്നു. ആദ്യം പ്രതീഷിലേക്ക്. നമുക്ക് പി രാജീവിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ അറിയാം. പ്രതീഷ്, എന്താണ് സർക്കാർ നിലപാട് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ തന്നെയാണുള്ളത്. ഇന്നലെ A.V. ജയരാഘവൻ ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രതികരണങ്ങൾ വരുമ്പോൾ പിന്നോട്ടാണോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പി രാജീവിന്റെ അഭിപ്രായങ്ങൾ വരുമ്പോൾ യെസ് ഓർ നോ എന്ന ചോദ്യത്തിന് ഒരു കൃത്യമായിട്ടുള്ള മറുപടിയില്ല. എങ്കിൽ കൂടി എങ്ങനെ വായിച്ചെടുക്കാം ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന്? ശ്രുതി, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വളരെ കരുതലോട് കൂടിയാണ് മന്ത്രി പി രാജീവ് ഇന്ന് സംസാരിച്ചത്. ഭരണഘടനാപരമായ സങ്കീർണമായ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹം പൂർണ്ണമായും നടത്തിയിട്ടുള്ളത്. ഒപ്പം ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിധി അതിൽ തിരുത്തൽ വരുത്തുമോ അല്ലെങ്കിൽ ആ നേരത്തെ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന ചോദ്യത്തിനും മന്ത്രി കൃത്യമായി മറുപടി നൽകിയിട്ടില്ല. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് എടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല. സർക്കാർ ഇക്കാര്യത്തിൽ അവധാനതയോടുകൂടി ആലോചിച്ച് തീരുമാനമെടുക്കും എന്നതാണ് പി രാജീവ് ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം നേരത്തെ ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായി സർക്കാർ നൽകിയിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു ആചാരവുമായി പാണ്ഡിത്യമുള്ളവരും ഒപ്പം കറപ്റ്റഡ് അല്ലാത്ത സാമൂഹിക പരിഷ്കർത്താക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി നിയോഗിച്ച് ആ കമ്മിറ്റിയുടെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ സർക്കാർ മറ്റൊരു വിധിയിലേക്ക് പോയി എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ പി രാജീവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അപ്പോഴും കൃത്യമായൊരു മറുപടി, ഇതിൽ സർക്കാർ ഈ വിധിയെ തിരുത്തുമോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുകയാണോ ഇപ്പോഴും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഈ ഭരണഘടനാപരമായ 7 പ്രശ്നങ്ങളാണ് സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുള്ളത്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ വാദം നടക്കേണ്ടതുണ്ട്. അതിൽ സാങ്കേതികപരമായും ഭരണഘടനാപരമായും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ വിശദമായ പരിശോധന ആവശ്യമാണ്. ആ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയുകയുള്ളൂ. 1 മാസത്തെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായി ആലോചിച്ച് സർക്കാർ തീരുമാനം എടുക്കും എന്നതാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, ഈ നേരത്തെ ഉണ്ടായിരുന്ന 2016-2018 സമാനമായി ശബരിമല യുവതീ പ്രവേശനത്തെ മറ്റ് BJPക്കോ കോൺഗ്രസിനോ ഒരു സുവർണ അവസരമായി കാണാനുള്ള സാഹചര്യം ഇത്തവണ ഉണ്ടാകില്ല എന്നുകൂടി പി രാജീവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുമോ എന്നുള്ള ഒരു സൂചന കൂടി അതിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതി വിധി വരുമ്പോൾ ആ വിധിയെ സ്വാഗതം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളാണ് കോൺഗ്രസും BJPയും. പക്ഷേ പിന്നീട് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ കണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയും അതിൽ വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി അതിനെ മാറ്റുകയും കോൺഗ്രസും BJPയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലൊരു നീക്കം അതിന് ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്